ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ് മക്കളെ. റിമ മിസ് ആണ് കേട്ടോ. നമ്മുടെ തേർഡ് ചാപ്റ്റർ സോഷ്യൽ സയൻസിലെ തേർഡ് ചാപ്റ്റർ ആയിരുന്നു ഏത്? കേരള, ദ ലാൻഡ്, ദ റെയിൻ ആൻഡ് ദ പീപ്പിൾ അല്ലേ. ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒന്നാണ് മിസ് എന്ന് പറയാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മൂന്നായിട്ടായിരുന്നു ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു മക്കളെ? നിങ്ങൾക്കറിയാം, ഹൈലാൻഡ് എന്നും ലോലാൻഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് കേട്ടോ, നടുക്കോ മിഡ്ലാൻഡ്. ഓക്കെ, ഹൈലാൻഡ് എന്നും മിഡ്ലാൻഡ് എന്നും ലോലാൻഡ് എന്നും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൈലാൻഡിനെ കുറിച്ചാണ്. ഹൈലാൻഡ് എന്ന് പറയുന്നത് മലനാടിനെ കുറിച്ചാണ്. ഓക്കെ, മലനാട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് ഏതൊക്കെ ഡിസ്ട്രിക്റ്റുകളാണ് കേരളത്തിൽ ഓർമ്മ വരിക? ഇടുക്കി ജില്ല. ഓക്കെ, ഉയർന്ന പ്രദേശങ്ങൾ കേട്ടോ, ഉയർന്ന പ്രദേശങ്ങളാണ് കേട്ടോ. ഇടുക്കി ജില്ലയുണ്ട്, വയനാട്, മലപ്പുറം, ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ഹൈലാൻഡുകളാണ് അല്ലേ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ചിത്രം കണ്ടോ, ഇവിടെ എന്താണ്? ഇത് ടീ ആണ് കേട്ടോ, ഇത് ടീ ആണ്. ഇതെന്താണ്? തേയില കൃഷി അല്ലേ. തേയില കൃഷിയൊക്കെ ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ഒരു അറ്റ്മോസ്ഫിയറിലാണ്. ഈ വയനാടുകളിൽ നിങ്ങൾ തേയില കൃഷിയൊക്കെ കാണാറില്ലേ? തേയില, കാപ്പി അല്ലേ, കാപ്പിയൊക്കെ കാണാറില്ലേ? ചായ ഉണ്ടാക്കുന്ന ആ സംഭവങ്ങളൊക്കെ കാണാറില്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് അവിടെ? കാരണം അവിടെ എന്താണ്? ഇതിന് പറ്റിയ ഇത്തരത്തിലുള്ള കൃഷികൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ക്ലൈമറ്റുകളാണ് അവിടെ ഉള്ളത് അല്ലേ. അതായത് നമുക്ക് എന്താണ്, കൂടുതൽ തണുപ്പ് നിറഞ്ഞതും തണുപ്പായിരിക്കും അവിടെ. നല്ല മഴയുണ്ടാവും, നല്ല മഞ്ഞുണ്ടാവും. അവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. ഓക്കെ, ഏകദേശം ഉയർന്ന പ്രദേശങ്ങളെയാണ് നമ്മൾ ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, നോക്കിക്കോ, കേരളത്തിന്റെ കിഴക്കൻ പ്രദേശം എന്നാണ് എന്തറിയപ്പെടുന്നത്? ഹൈലാൻഡ് അറിയപ്പെടുന്നത്. ഈസ്റ്റേൺ ഹൈലാൻഡ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ദെൻ അവിടുത്തെ കാലാവസ്ഥ എന്താണ്? റെയിനിലെ നല്ല മഴയായിരിക്കും, മിസ്റ്റ് ആയിരിക്കും, ദെൻ മഞ്ഞ് മിസ്റ്റ് ആയിരിക്കും, ദെൻ കൂൾ, നല്ല തണുപ്പായിരിക്കും. ഇതാണ് എന്ത്? ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്, ഹൈലാൻഡിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇവിടെ കൃഷി ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള ഐറ്റംസ് ആണ് കാർഡമം എന്ന് പറയുന്നത് ഏലം കൃഷി ഉണ്ടാവും. ടീ അല്ലെ, തേയില ടീ ഉണ്ടാവും. ദെൻ ഇതൊക്കെയാണ് ഇവിടെ മെയിൻ ആയിട്ട് കൾട്ടിവേഷൻ, കൃഷി ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇവിടുത്തെ ക്ലൈമറ്റ് എന്തിന് ഫേവറബിൾ ആണെന്നറിയോ? എന്തിനാ? സ്പൈസസ് ആയിട്ടുള്ള സ്പൈസസ് ഇല്ലേ, അത് മാത്രമല്ല, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണ്, കാർഡമം ചെയ്യാം, ദെൻ ടീ, ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ സ്പൈസസ് ആയിട്ടുള്ള കുരുമുളകില്ലേ, കുരുമുളക്, പെപ്പർ, ജിഞ്ചർ, ട്യൂമറിക്, മഞ്ഞൾ, ഇഞ്ചി, ഇതൊക്കെ എന്താണ് ഇവിടെ കൃഷി ചെയ്യാൻ അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഹൈലാൻഡിലുള്ളത്. ഹൈലാൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മൈൻഡിലേക്ക് എന്താണ്? ഉയർന്ന പ്രദേശങ്ങൾ, നല്ല തണുപ്പും മഞ്ഞും മഴയൊക്കെ ഉള്ള പ്രദേശമാണ് എന്ത്? ഹൈലാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, ഇഞ്ചി, ട്യൂമറിക്, ദെൻ അത് കൂടാതെ ഏലം, കാർഡമം, ടീ, ഇതൊക്കെ കൃഷി ചെയ്യുന്ന അതിനൊക്കെ പറ്റിയൊരു ക്ലൈമറ്റാണ് നമ്മുടെ ഹൈലാൻഡ് ുള്ളത്. ഓക്കെ, ഈ ഹൈലാൻഡിൽ ഈ ഒരു ക്രോപ്സ് ഒക്കെ വളരാൻ എന്തൊക്കെയാണ് ആവശ്യം എന്ന് കൂടി നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, എന്തൊക്കെ വേണം? ഈ വിളകളുടെ വളർച്ചയ്ക്ക് നമുക്ക് എന്തൊക്കെ വേണം എന്ന് ചോദിച്ചാൽ അവിടെ നല്ല അടിപൊളിയായിട്ട് എന്താണ്, നല്ല താപനില എന്ന് പറയുന്നത് 30 ഡിഗ്രി താഴെയായിരിക്കണം. താപനില 30 ഡിഗ്രി താഴെയായിരിക്കണം. അത് മാത്രമല്ല, നല്ല അബുഡൻ്റ് ആയിട്ടുള്ള റെയിൻഫോൾ, നല്ല ശക്തമായ മഴ വേണം നമുക്ക്. ഓക്കെ, ദെൻ വെൽ ഡ്രെയിൻ സോൾ, നീർവാർച്ചയുള്ള മണ്ണ് എന്ന് പറയുമ്പോൾ എന്താണ്? നനഞ്ഞ മണ്ണ് വേണം ഇതൊക്കെ കൃഷി ചെയ്യാൻ. അപ്പോൾ ഇതാണ് ഹൈലാൻഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നിങ്ങളിത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം കേട്ടോ, എന്തായാലും പഠിച്ചിരിക്കണം. എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇവിടെ നിന്നായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.